രാജ്യം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയ സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു. ഒരു വനം വളഞ്ഞ് 1500-ലധികം സൈനികരാണ് ഇപ്പോൾ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 9 മണി മുതലായിരുന്നു ഓപ്പറേഷൻ ആരംഭിച്ചതെന്ന് പുറത്തുവരുന്ന വിവരം. ഈ വനത്തിനുള്ളിൽ 100-ലധികം ഭീകരർ, അതിൽ നമ്മുടെ രാജ്യം തന്നെ തലയ്ക്ക് വിലയിട്ട ഹിത്മ എന്ന കൊടും ഭീകരനടക്കം ഈ വനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇവർ പുറത്തേക്ക് പോകാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. ഇതുവരെ നിലവിൽ ലഭ്യമായ വിവരമനുസരിച്ച് 12ഓളം ഭീകരർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ വനത്തിനുള്ളിൽ നക്സലുകളുടെ ഒരു വലിയ യോഗം നടക്കുകയായിരുന്നു. ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹാർഡ് കോർ ആയിട്ടുള്ള നക്സലുകളുടെ ഒരു നിർണായക യോഗം. ഈ യോഗ വിവരം അറിഞ്ഞ് ഈ വനം സൈന്യം വളയുകയായിരുന്നു. സൈന്യം വളഞ്ഞുടൻ തന്നെ വെടിവെപ്പ് നടത്തിയ 12ഓളം ഭീകരരെയാണ് സൈന്യം കൊന്നു കാലപുരിക്ക് അയച്ചിരിക്കുന്നത്. ബിജാപൂരിലാണ് ഈ സംഭവം. ഇപ്പോൾ ഈ ഓപ്പറേഷൻ മുമ്പോട്ട് പോകുന്നത്. ഏതായാലും വിവിധ ഇടങ്ങളിൽ ബിജാപൂരിൻ്റെ തെലങ്കാനയുടെ അതിർത്തിയിലുള്ള 3 ജില്ലകളിലായിട്ടാണ് ഈ വനം വ്യാപിച്ചു കിടക്കുന്നത്. അവിടെയാണ് വലിയ രീതിയിൽ ഹെലികോപ്റ്റർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ഓപ്പറേഷൻ. കഴിഞ്ഞ മാസമായിരുന്നു അമിത്ഷാ ഈ ബസ്തറിലും ഒപ്പം തന്നെ ബിജാപൂരിലുമൊക്കെ നേരിട്ടെത്തി പറഞ്ഞ കാര്യം, ഹിത്മയ്ക്ക് മാപ്പ് തരില്ല ഈ രാജ്യം, ഹിത്മയ്ക്ക് ഒരിക്കലും മാപ്പ് തരാൻ കഴിയില്ല, കൊല്ലുക തന്നെ ചെയ്യുമെന്ന് വളരെ പരസ്യമായി അമിത്ഷാ പറഞ്ഞ കൊടും ഭീകരനാണ് ഹിത്മ. ഹിത്മ ഉൾപ്പെടെ 100-ലധികം നക്സലുകളെ വളഞ്ഞ് സൈന്യം നിൽക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതായിട്ട് ഉണ്ട്. ഏതായാലും ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത വിധം രാജ്യം കണ്ട ഏറ്റവും വലിയ സൈനിക ഓപ്പറേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതൽ അപ്ഡേഷൻ കിട്ടുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാം. ന്യൂസ് ഇന്ത്യ മലയാളം.